അസ്സലാമലൈക്കും. ഇപ്പോൾ ഇവിടെ സമയം കണ്ട ടി വി കിടന്ന് ഓടുകയാണ്. ഞാൻ ഇവിടെ റൂമിലാണ് കേട്ടോ. കണ്ട നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോന്ന് കാണിച്ചു തരാം. ആ വെട്ടം മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ റൂമിൽ ലൈറ്റ് അണച്ചിട്ടിട്ട് ഇവിടെ കിടക്കുകയാണ്. നോമ്പ് പിടിച്ച ക്ഷീണമൊക്കെ കാണത്തില്ലേ, അതുകൊണ്ട്. പിന്നെ എന്താ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ സൗണ്ട് മാത്രം നിങ്ങൾ കേട്ടാൽ മതി. എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞു മക്കൾക്ക് പെട്ടെന്ന് കൊതി തട്ടും. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? നമ്മൾ കൊതിക്കോതി കൊടുക്കും. പഞ്ചാര വെച്ച്, മുസ്ലിങ്ങളെങ്കിൽ പഞ്ചാര വെച്ച് കൊതിക്കോതി കൊടുക്കും. ബാക്കി ക്രിസ്ത്യൻസ്, ഹിന്ദുക്കൾ എങ്ങനെ ചെയ്യുന്നതെന്നും എനിക്കറിയത്തില്ല. പക്ഷെ മുസ്ലിം എന്ന് വെച്ചാൽ പഞ്ചാര കൊതിക്കോതി കൊടുക്കും. പിന്നെ എന്തോന്നാ, അങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും. പിന്നെ വേറെ വഴികളൊക്കെ ചെയ്യുമായിരിക്കും. അപ്പോൾ ഈ കുഞ്ഞുമക്കൾക്ക് പെട്ടെന്ന് കൊതി തട്ടുമ്പോൾ ഈ ചോറുണ്ട്, നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, ആ കൊടുക്കുന്ന ഭക്ഷണത്തിൽ അല്പം എടുത്ത് നമ്മൾ എന്തുൾപ്പെടുത്തിയാലും അതും കൂടെ എടുത്ത് കുഞ്ഞുമക്കളെ കൊണ്ട് തുപ്പിച്ച് അവരെ തലയ്ക്കുഴിഞ്ഞ് ഇടുകയാണെങ്കിൽ അത് ദിവസം കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ചെയ്യുകയാണെങ്കിൽ മക്കൾ നല്ലതുപോലെ ആഹാരം കഴിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ എൻ്റെ മക്കളും ഇതുപോലെ തന്നെ ആഹാരമൊന്നും കഴിക്കത്തില്ല. അവർക്കൊക്കെ ഭയങ്കര മടിയാണ്. നമ്മൾ അവരെ പിന്നാലെ നടന്നാലും, അവർ ആഹാരം കഴിക്കാൻ പിന്നാലെ നടന്നാലും മുഖത്തിലടിച്ചതുപോലെ എനിക്ക് വേണ്ട ആഹാരം ഒരുവിധം കഴിക്കില്ല. പക്ഷേ കഴിക്കാതിരിക്കുമ്പോൾ അമ്മമാർക്കാണ് ഭയങ്കര വിഷമവും സങ്കടമൊക്കെ. മക്കൾ കഴിച്ചിരിക്കുമെങ്കിൽ പിന്നെ പറയണ്ട. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആദ്യത്തെ മോളെനിക്ക് നഷ്ടപ്പെട്ടതാണ്. പാല് മണ്ടയിൽ കയറി മരിച്ചിട്ടുണ്ട്. 3 മാസവും 4 ദിവസവും കിടക്കവേ. 3 മാസമാവാൻ 4 ദിവസം കിടക്കവെയാണ് എൻ്റെ മോൾ എന്നെ വിട്ടു പോയത്. അപ്പോൾ അതിൻ്റെ ഷോക്കെന്ന് വെച്ചാൽ അത് പറയാൻ പറ്റില്ല, അത്രത്തോളം വേദനയായിരുന്നു. ഞാൻ മറ്റേ യൂട്യൂബ് ചാനലിലൊക്കെ, സനുഫ ഷഹാന, ആ യൂട്യൂബ് ചാനലിലൊക്കെ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മക്കൾക്ക് എന്തെങ്കിലും വന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ 2 വർഷം എനിക്ക് മക്കളെ കിട്ടാതെ, എനിക്ക് തൈക്കാട് ആശുപത്രി ഉണ്ടല്ലോ, നല്ല ആശുപത്രിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഒരാളെന്നോട് പറഞ്ഞു തൈക്കാട് ആശുപത്രി പോവാം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴെൻ്റെ മോള് അത്രമാത്രം വെളുപ്പാങ്കാലം അത് പറയുകയാണെങ്കിൽ വെളുപ്പാങ്കാലം ഇതുപോലെ ഞാൻ വേറൊരു വിഷയമായിട്ടാണ് വന്നത്. പക്ഷേ ഇതിൽ വന്ന് നിൽക്കുകയാണ്. ഇത് ഞാൻ പറയാം. എങ്ങനെയെന്ന് വെച്ചാൽ എന്തോന്നാ, വെളുപ്പാങ്കാലം പിള്ള രാത്രി കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ പാല് കൊടുത്തിട്ട് കിടത്തി. അപ്പോൾ രാത്രിയൊക്കെ ആയപ്പോഴെങ്കിൽ രാത്രി ആ ക്ഷീണം കൊണ്ട് ഞാനും അങ്ങ് ഉറങ്ങിപ്പോയി. രാവിലെ ആയപ്പോൾ മുക്കിൽ കൂടെ ബ്ലഡൊക്കെ വന്ന്, വായിക്കൂടെ പതൊക്കെ വന്ന്, ദേഹമെല്ലാം തണുത്ത് വിറച്ച്, അത് പറയാൻ പറ്റില്ല അവസ്ഥ. അപ്പോൾ അങ്ങനെയാണ്. ചുണ്ടെങ്കിൽ എല്ലാം പച്ചക്കളറ് ബ്ലഡ് ഓട്ടമൊക്കെ നിന്ന് പച്ചക്കളറായി കിടക്കുന്നു. അപ്പോഴെങ്കിൽ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ ഓടിയപ്പോൾ മരിച്ചെന്ന് പറഞ്ഞു. അപ്പോഴങ്ങനെ 2 വർഷം അനുഭവിച്ചു ഗൈസ്. അത് പറയാൻ പറ്റില്ല, അത്രത്തോളം വേദനയായിരുന്നു. അതെങ്ങനെ മറികടക്കും? അപ്പോഴും എനിക്കെന്തോ സമനില ഭ്രാന്തായതുപോലെയായിരുന്നു. ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞെനിക്ക് സിസേറിയനായിരുന്നു. അപ്പോഴും അതിനുശേഷം പിന്നെ മക്കളെ കിട്ടാതെ കയറി ഇറങ്ങി തൈക്കാട് ആശുപത്രി, ഒരാൾ പറഞ്ഞു തൈക്കാട് ആശുപത്രി പോയാൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അവിടെ പിന്നെ 2 വർഷം കയറി ഇറങ്ങി. അങ്ങനെ പിന്നെ അതിനുശേഷമാണ് എനിക്ക് ഇളയ മോള്
ഷഹാന, അത് മോള് തന്നെയാണ്. ഇതിപ്പോൾ കിട്ടിയത് 2 മോള് തന്നെ. എനിക്ക് മോള് തന്നെ എനിക്കിഷ്ടം, പെൺമക്കൾ തന്നെ എനിക്കിഷ്ടം, പെൺമക്കൾ തന്നെയാണ് പൊന്ന്. എനിക്ക് ആളെ പേര് സഫ്വാൻ എന്നാണ് പേര്. ഇപ്പോൾ ഇവരെ രണ്ടുപേരെ പേര് ഷഹാന, ഷിഫാന. ഞാൻ എനിക്ക് അവളെ കിട്ടിയതിന് ശേഷം പിന്നെ ഞാൻ വീട്ടിലൊക്കെ തന്നെ റെസ്റ്റിലൊക്കെ തന്നെ ഇരുന്നത്. റെസ്റ്റിൽ പിന്നെ ഇരുന്ന് തന്നെ എനിക്ക് അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇവിടെ വന്ന് ഒരു വെയിറ്റ് തൂക്കുകയോ പറക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തുകൂടാ. മക്കളില്ലാത്തവർ തൈക്കാട് ആശുപത്രി പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കിട്ടും. ഞാൻ ഉറപ്പ് തരികയാണ്. അത്രയ്ക്ക് വേദനയായിരുന്നു ഞാൻ അനുഭവിച്ചത്. അത് പറയാൻ പറ്റില്ല, അത്രത്തോളം വേദനയായിരുന്നു. അങ്ങനെ അവിടെ പോയി എനിക്ക് മക്കളെ കിട്ടി. എനിക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്ത് രണ്ടാമത്തെ വർഷം ഞാൻ കണ്ടിന്യൂ ആയിട്ട് പോയിട്ടിരുന്ന എനിക്ക് കിട്ടി. ഞാൻ പിന്നെ ഇവിടെ നിന്ന് റെസ്റ്റ് വന്നിരുന്ന് നിസ്കരിച്ച് ഓതി ദുആ ചെയ്ത് അങ്ങനെയാണ് എനിക്ക് മോളെ കിട്ടിയ രണ്ടാമത് ആളെ കിട്ടിയത്, ഷഹാന. പിന്നെ അതിന് ശേഷമാണ് പിന്നെ അത് അവൾക്ക് പിന്നെ 1 വയസ്സിൽ പിന്നെ ജെന്നി വന്നായിരുന്നു അവൾക്ക്. അത് പറയണ്ട, വായിക്കൂടെ പദമൊക്കെ വന്നു. അത്രമാത്രം അത് പനി കൂടി വന്നതാണ്. അങ്ങനെ പിന്നെ അതിനുശേഷം പിന്നെ വീട്ടിൽ വന്ന് ഞാൻ ഇരുന്നാണ് പിന്നെ എനിക്ക് അവളെ കിട്ടിയത്, മോളെ ലാസ്റ്റത്തെ ആളെ ഷിഫാന മോളെ എനിക്ക് പിന്നെ കിട്ടി. അതും വീട്ടിൽ തന്നെ ഇരുന്നത്. അങ്ങനെ പിന്നെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഭർത്താവിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറയും. ഭർത്താവിൻ്റെ കാര്യം അത് ഞാൻ പോകെ പറയുന്നതായിരിക്കും. അതിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മാമിയാർ നല്ലവളായിരിക്കണം, ഭർത്താവ് നല്ലവനായിരിക്കണം. നമ്മൾ ഓരോ സംഭവങ്ങൾ പത്രത്തിലും വാർത്തയിലും TV യിലും എല്ലാം കാണുന്നു. അതുപോലൊക്കെ തന്നെ എൻ്റെ ജീവിതവും. അത് ഞാൻ പോകെ പറയുന്നതായിരിക്കും ഗൈസ്. അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ പിന്നെ മക്കൾക്ക് എന്തെങ്കിലും വന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഇവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്നതിൽ മക്കളൊന്നും ആഹാരമൊന്നും കഴിക്കത്തില്ല. കൊതിക്ക് കൊടുത്ത് നോക്കി എന്ത് ചെയ്താലും കഴിക്കത്തില്ല. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ചോറ് അവർക്ക് കൊടുക്കുന്ന ഏത് ഭക്ഷണമായാലും അതിൽ നമ്മൾ മീനല്ലേ ഉൾപ്പെടുത്തുന്നത്. ചോറെങ്കിൽ മീൻ ഉൾപ്പെടുത്തും. അങ്ങനെ മുട്ട അങ്ങനെയൊക്കെ ആഹാരം കൊടുക്കുന്ന ഏത് ഭക്ഷണത്തിലായാലും നമ്മളത് കുറച്ചെടുത്തിട്ട് അവർ വായ കൊണ്ട് തന്നെ തുപ്പിച്ചിട്ട് തലയ്ക്കൊഴിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ കുറച്ചെങ്കിലും അല്പമെങ്കിലും ആഹാരം കഴിക്കും. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ മക്കളില്ലാതെ ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ടാവും. തൈക്കാട് ആശുപത്രി എന്ന് വെച്ചാൽ നല്ല ഹോസ്പിറ്റലാണ്. ആ ഡോക്ടർ ശ്യാം ഡോക്ടർ എന്നാണ് പേര്. ആ ഡോക്ടർ നല്ല ഡോക്ടറാണ് കേട്ടോ ഗൈസ്. എനിക്ക് അവിടെ പോയാണ് ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായത്. അങ്ങനെയാണ് കിട്ടിയത്. പിന്നെന്തോന്നാ ഞാൻ ഇടുന്ന വീഡിയോസ്, ഞാൻ മോട്ടിവേഷൻ വീഡിയോസ് ഇടും, പാട്ടിടും. പിന്നെ ഓരോ സാഹചര്യങ്ങൾ ഓർത്തല്ലേ നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. എൻ്റെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നിനും സമ്മതിക്കത്തില്ല. അവരെ പിടിക്കാൻ തന്നെ 9 പേര് വേണം. മക്കൾ പോയ ശേഷം വല്ലതും തന്നെ എപ്പോഴെങ്കിലൊക്കെ ഇടും. ഇനി കണ്ടിന്യൂ ആയിട്ട് എനിക്ക് ഇട്ടേ പറ്റൂ. അങ്ങനെ ഞാൻ ഇടുകയാണെങ്കിൽ ചെറിയ വീഡിയോസൊക്കെ ഇടുക. വല്ല തെറ്റോ കുറ്റോ വല്ലതും കാണുകയാണെങ്കിൽ നിങ്ങൾ പൊറുക്കണം. പിന്നെ എനിക്ക് സനുഫ ഷഹാൻ എന്നൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. അതിലൊക്കെ ഞാൻ മക്കളെ കാര്യവും എനിക്ക് മോള് നഷ്ടപ്പെട്ട കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോസ് അത് യൂട്യൂബ് ചാനൽ എന്നെ വിട്ട് പോയി കേട്ടോ വൈസ്. സനുഫ ഷഹാൻ എന്ന് ഇപ്പോൾ സനുഫ ഇസെറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ചാനൽ. ഈ ചാനലാണ്. ഈ ചാനൽ ഇത് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇടുന്ന കുഞ്ഞു വീഡിയോസ്
വല്ല തെറ്റുകുറ്റങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളത് പുറത്തേക്കണം. പിന്നെ അതെന്ന് വെച്ചാൽ രാത്രി ഞാൻ നോക്കിയപ്പോഴെങ്കിൽ അതിലെനിക്ക് ഞാൻ ഇട്ട വീഡിയോസ് ഒന്നുമില്ല. അപ്പോഴെനിക്ക് 2025 തന്ന സങ്കടമാണ്, വിഷമമാണ്. ഇത്രമാത്രം വേദന അനുഭവിച്ചു. നമുക്ക് സമയം കിട്ടുമ്പോൾ വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോഴും ഞാൻ ഇടുന്ന വീഡിയോസിൽ അതിൽ ഞാൻ മറ്റേ കോമഡി വീഡിയോസ്, പാട്ടിൻ്റെത്, പിന്നെ അല്ലാതെ പാട്ടിൻ്റെത്, പിന്നെ മോട്ടിവേഷൻ വീഡിയോസ് കുറച്ചൊക്കെ ഞാൻ ഇട്ടിരുന്നു. അതുമില്ല, എന്നെ തകർക്കാൻ വേണ്ടി ഒരു വ്യക്തി ചെയ്തതാണ്. അപ്പോൾ അത് അപ്പോഴത്തെ ഇതിനെ അവർക്ക് സാധിച്ചുള്ളൂ. പക്ഷേ എന്നെ തകർത്തിട്ടില്ല. ഞാൻ ഇനിയും ചെയ്യും വീഡിയോസ്. എന്താണെന്ന് വെച്ചാൽ അത്രമാത്രം തകർത്തിട്ടില്ലെന്ന് വെച്ചാൽ ഞാൻ വീഡിയോസ് 427 വീഡിയോസ് അതിലുണ്ടായിരുന്നു. അപ്പോഴെനിക്ക് വ്യൂവേഴ്സ് 27,000 എത്രയും വന്ന് എന്നെ അറിഞ്ഞ് വരുന്നതേ ഉള്ളൂ അതിൽ. അപ്പോഴും ഒരു സബ്സ്ക്രൈബിന് ഒരു കൊതിച്ച ഞാനുണ്ട്. പക്ഷേ അപ്പോഴും ഈ സബ്സ്ക്രൈബ് ഇത്രയായി നമ്മൾ അറിഞ്ഞ് വരുമ്പോൾ വീഡിയോസൊക്കെ ഇട്ട് എന്ത് പാടായിരിക്കും വീഡിയോസൊക്കെ ഇട്ട് വരാനെടുക്കാനൊക്കെ. അപ്പോഴും ഞാൻ രാത്രി ഇതുപോലെ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ വീഡിയോസ്, ഫോട്ടോസ് ഒന്നുമില്ല ഗൈസ്. അപ്പോഴും എനിക്ക് 2025 തന്ന സമ്മാനമാണ്. ജനുവരിയാണ് കേട്ടോ ഗൈസ്. ജനുവരിയിൽ തന്നെ എനിക്ക് പണി കിട്ടി. അപ്പോഴും ഫേസ്ബുക്കിലും ഇല്ല സനഫ ഷഹാന, അതിലൊരു വീഡിയോസും ഇല്ല. ഷെയർ ചാറ്റിൽ കുറച്ച് വീഡിയോസ് എന്തേ ഉള്ളൂ. അപ്പോഴും സ്റ്റാർ മേക്കറിലത്തെ വീഡിയോസൊക്കെ ഉണ്ട്. അതടിച്ച് നിങ്ങൾക്ക് നോക്കിയാൽ കാണുമായിരിക്കും. ഒരുപാട് പാട്ടൊക്കെ ഞാൻ അതിലിട്ടിരുന്നു. അപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും പോലൊക്കെ ഞാൻ വീഡിയോസൊക്കെ ഇടാം. അപ്പോഴും ഇതാണിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ. നിങ്ങൾ അതിലെങ്ങനെയാണോ എന്നെ സപ്പോർട്ട് ചെയ്ത് അതുപോലെ ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഞാൻ ഇടുന്നതായിരിക്കും. വേറെ ഒന്നുമില്ല. ബായ്.